നമസ്കാരം. നീറ്റിൻ്റെയും നെറ്റിൻ്റെയും പേപ്പർ ചോർച്ച ചർച്ച ചെയ്യണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് പ്രതിപക്ഷമായ കോൺഗ്രസ് വളരെ വേഗത്തിലുള്ള അടിയന്തരമായ പ്രമേയം അവതരിപ്പിച്ചപ്പോൾ രാഷ്ട്രപതിയുടെ നയപ്രസ്താവന നന്ദിപ്രമേയ ചർച്ചകൾക്ക് മുമ്പ് തന്നെ ചർച്ചയ്ക്ക് ആവശ്യപ്പെട്ടത് പരമ്പരാഗതയെ ദുഷിപ്പിച്ചു എന്നാണ് കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു ഇപ്പോൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. നീറ്റ് ചർച്ച ചെയ്യണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്രകാരം ലോക്സഭ ജൂലൈ 1 ഇപ്പോൾ പിരിഞ്ഞുപോയിരിക്കുന്നത്. വിദ്യാർത്ഥികളെ ബാധിക്കുകയും രാജ്യവ്യാപക പ്രതിഷേധത്തിന് ഇടയാക്കുകയും ചെയ്ത നീറ്റ് ബിരുദ പരീക്ഷയിലെ പേപ്പർ ചോർച്ചയെക്കുറിച്ച് പ്രതിപക്ഷ പാർട്ടികൾ സമർപ്പിത ചർച്ച ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് വെള്ളിയാഴ്ചത്തെ ലോക്സഭ ജൂലൈ 1 തിങ്കളാഴ്ചത്തേക്ക് ഇപ്പോൾ പിരിഞ്ഞിരിക്കുന്നത്. രാഷ്ട്രപതിയുടെ അഭിസംബോധനയ്ക്കുള്ള നന്ദിപ്രമേയ ചർച്ചയിൽ മാത്രമേ എല്ലാ ചർച്ചകളും നടത്താനാവൂ എന്നൊക്കെയാണ് സർക്കാർ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. വെള്ളിയാഴ്ച സമ്മേളനം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ UGC, നെറ്റ്, നീറ്റ് എന്നീ പരീക്ഷകൾ നടത്തുന്ന നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ പങ്ക് എന്നിവയെക്കുറിച്ച് ചർച്ച ചെയ്യണമെന്ന ആവശ്യമാണ് കോൺഗ്രസ് പാർലമെന്റിന്റെ ഇരുസഭകളിലും അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിട്ടുള്ളത്. സമ്മേളനം ആരംഭിച്ചപ്പോൾ നന്ദിപ്രമേയ ചർച്ചയിൽ ചർച്ച നടത്താമെന്നാണ് ലോക്സഭാ സ്പീക്കർ ഓം ബിർള പറഞ്ഞിരുന്നത്. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി സംസാരിക്കാൻ എഴുന്നേറ്റപ്പോൾ അദ്ദേഹത്തിന്റെ മൈക്ക് സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുകയാണെന്ന് പ്രതിപക്ഷ എംപിമാർ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഞാൻ മൈക്കുകൾ സ്വിച്ച് ഓഫ് ചെയ്യാറില്ല, എനിക്കിവിടെ ബട്ടണുകളൊന്നുമില്ലെന്ന് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നായിരുന്നു ബിർളയുടെ മറുപടി. രാഷ്ട്രപതിയുടെ അഭിസംബോധനയ്ക്കുള്ള നന്ദിപ്രമേയ ചർച്ചയിൽ ഈ വിഷയത്തിൽ സംസാരിക്കാൻ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു എന്നും അതിന് കാരണം നിങ്ങൾ ഇപ്പോൾ പറയുന്നത് റെക്കോർഡ് ചെയ്യപ്പെടില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വിദ്യാർത്ഥികളെ ബഹുമാനിക്കാൻ, വിദ്യാർത്ഥികൾക്കൊരു സന്ദേശം നൽകാനാണ് പ്രമേയങ്ങൾ നീക്കിയതെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. ഇതൊരു പ്രധാന വിഷയമായി ഞങ്ങൾ കണക്കാക്കുന്നു. പ്രതിപക്ഷത്തിൻ്റെയും സർക്കാരിൻ്റെയും പേരിൽ ഇന്ത്യയിലെ വിദ്യാർത്ഥികൾക്ക് ഒരു സംയുക്ത സന്ദേശം നൽകാൻ ഞങ്ങൾ ആഗ്രഹിച്ചു. അതിനാൽ വിദ്യാർത്ഥികളെ ബഹുമാനിക്കാൻ ഞങ്ങൾ ഇന്ന് നീറ്റിനെക്കുറിച്ചൊരു സമർപ്പിത ചർച്ച നടത്തുമെന്നാണ് കരുതിയതെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. സെഷൻ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ രാഹുൽ ഗാന്ധി പാർലമെന്റിന് പുറത്ത് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത് നീറ്റ് വിഷയം സഭയിൽ ചർച്ച ചെയ്യണമെന്ന് ഇന്ത്യൻ പാർട്ടികളുടെ ഫ്ലോർ ലീഡർമാർ വ്യാഴാഴ്ച തീരുമാനമെടുത്തിരുന്നു എന്നായിരുന്നു. നീറ്റ് പ്രശ്നം ഇപ്പോൾ രാജ്യത്തെ ഏറ്റവും വലിയ പ്രശ്നമാണെന്നും രാഷ്ട്രപതിയുടെ അഭിസംബോധനയ്ക്കെതിരായ നന്ദിപ്രമേയത്തിന് മുമ്പ് അത് ചർച്ച ചെയ്യണമെന്നും ഞങ്ങൾ കരുതുന്നുണ്ടെന്നും ഇത് യുവാക്കളുടെ പ്രശ്നമാണെന്നും ഇത് ശരിയായ രീതിയിൽ ചർച്ച ചെയ്യണമെന്നും ഞാൻ പ്രധാനമന്ത്രിയോട് അഭ്യർത്ഥിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. നിങ്ങളും ചർച്ചയിൽ ചേരണം, കാരണം ഇതൊരു യുവജന പ്രശ്നമാണല്ലോ. ഇന്ത്യൻ സർക്കാരും പ്രതിപക്ഷവും ഒരുമിച്ച് വിദ്യാർത്ഥികളെക്കുറിച്ച് സംസാരിക്കുന്ന എന്ന സന്ദേശം പാർലമെന്റിൽ നിന്ന് പുറത്തു വരണമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. കോൺഗ്രസ് MP മാണിക്യം ടാഗോർ ലോക്സഭയിൽ അവതരിപ്പിച്ച ലിസ്റ്റഡ് ബിസിനസ് നോട്ടീസ് സസ്പെൻഷൻ ചെയ്തത് നീറ്റ് UGC, നെറ്റ് ഉൾപ്പെടെയുള്ള പരീക്ഷകളുടെ പേപ്പർ ചോർച്ച, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ പരാജയം എന്നിവയെക്കുറിച്ച് ചർച്ച നടത്തുകയും ചെയ്തു. എന്നാൽ പ്രതിപക്ഷ ബെഞ്ചുകളിൽ നിന്ന് മുദ്രാവാക്യങ്ങൾ ഉയർന്നതിനെ തുടർന്ന് ചെയർപ്രമേയം ചർച്ചയ്ക്കെടുക്കാത്തതിനെ തുടർന്നും സഭ ഉച്ചവരെ നിർത്തിവെക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഉച്ചയ്ക്ക് ലോക്സഭ വീണ്ടും ചേർന്നപ്പോൾ നീറ്റ് വീണ്ടും ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട പ്രതിപക്ഷ അംഗങ്ങൾ മുദ്രാവാക്യം മുഴക്കി. അതേസമയം സഭ പ്രവർത്തിക്കാൻ അനുവദിക്കണമെന്നും ബിർള പറഞ്ഞു. സമ്മേളനത്തിനെ തുടർന്ന് ആദ്യ ദിവസങ്ങളിൽ സഭ ശരിയായി പ്രവർത്തിക്കാൻ അനുവദിക്കാത്തത് പാർലമെന്ററി ജനാധിപത്യ തത്വങ്ങൾക്ക് വിരുദ്ധമാണ്. രാഷ്ട്രപതിയുടെ പ്രസംഗത്തിന് മേലുള്ള നന്ദിപ്രമേയ വേളയിൽ നിങ്ങൾക്ക് ഈ വിഷയം ഉന്നയിക്കാമെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നുവെന്ന് അദ്ദേഹം വ്യക്തമാക്കി. രാഷ്ട്രപതിയുടെ പ്രസംഗത്തിനുള്ള നന്ദിപ്രമേയ ചർച്ചയ്ക്ക് മുമ്പ് ചരിത്രത്തിൽ ഒരിക്കലും ഒരു വിഷയവും ചർച്ചയ്ക്ക് എടുത്തിട്ടില്ലെന്ന് കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു പറഞ്ഞു. ആദ്യമായാണ് കോൺഗ്രസ് പാർട്ടിയും സഖ്യകക്ഷികളും പ്രമേയത്തെ തടസ്സപ്പെടുത്താനും പാരമ്പര്യം ലംഘിക്കാനും ശ്രമിക്കുന്നത്. ഈ നീക്കത്തെ താൻ അപലപിക്കുന്നു. രാഷ്ട്രപതിയുടെ പ്രസംഗത്തിനുള്ള നന്ദിപ്രമേയ ചർച്ചയിൽ ഉചിതമായ സമയം നൽകുമെന്ന് സ്പീക്കർ എന്ന നിലയിൽ അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. ചർച്ചയിൽ എല്ലാ ഉത്തരങ്ങളും നൽകാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണെന്നും സഭ പ്രവർത്തിക്കാൻ അനുവദിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രതിപക്ഷ ബെഞ്ചുകളുടെ ശക്തമായ പ്രതിഷേധത്തിനിടയിൽ സമ്മേളനത്തിന്റെ ആദ്യ ദിവസം മുതൽ ബിർള തന്റെ പ്രസ്താവന ആവർത്തിക്കുകയും തെരുവുകളിലെ പ്രതിഷേധങ്ങളും സഭയിലെ പ്രതിഷേധങ്ങളും തമ്മിൽ വ്യത്യാസമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. തുടർന്ന് അദ്ദേഹം സഭ ജൂലൈ 1 തിങ്കളാഴ്ചയിലേക്ക് മാറ്റിവെക്കുകയായിരുന്നു.